യൂണിറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ ഓഫീസ് കാണും, അല്ലെങ്കിൽ ബ്രാഞ്ച് കാണും. അതിലായിരിക്കും ആ ബാങ്ക് പ്രവർത്തിക്കുക. അതായത് ഒരു സിംഗിൾ ബ്രാഞ്ചായിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. ഒരു സിംഗിൾ ലൊക്കേഷൻ ആയിരിക്കും, അതിലായിരിക്കും അതിൻ്റെ ബിസിനസ് കണ്ടക്ട് ചെയ്യുക. ഒരു ചെറിയ ജോഗ്രഫിക്കൽ ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ടൗണോ റൂറൽ കമ്മ്യൂണിറ്റി അങ്ങനെയൊക്കെ ആയിരിക്കും അത് നിൽക്കുക. പിന്നെ അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അതായത് ഒരു യൂണിറ്റ് ആ ബാങ്ക് എന്നുള്ള രീതിയിലായിരിക്കും നിൽക്കുക. അതൊരു ലാർജ് ബാങ്ക് നെറ്റ്വർക്കിൻ്റെ ഭാഗമായിരിക്കില്ല, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ ലിമിറ്റഡ് സർവീസ് ആയിരിക്കും, അതായത് സ്മോൾ സൈസ് ആയതുകൊണ്ടെന്ന് വെച്ചാൽ കുറച്ച് സർവീസ് അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ ബാങ്കിനെ പോലെ ഉള്ള സർവീസുകൾ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കസ്റ്റമേഴ്സിനെ പേഴ്സണലി അറിയാനും അവർക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള സർവീസ് കൊടുക്കാനും പറ്റും. പിന്നെ അത് കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആണ്, ലോക്കൽ കമ്മ്യൂണിറ്റിയുടെയും അവരുടെ ആവശ്യങ്ങളെയും അത് നോക്കുന്നുണ്ട്.